ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആഷേൽ തോമസ്, എറണാകുളം CSI ഇമ്മാനുവൽ കത്തീഡ്രൽ സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിന്റെ 250-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 131. ഈ സങ്കീർത്തനത്തിൽ 3 വാക്യങ്ങൾ ഉള്ളുവെങ്കിലും വളരെയധികം ആത്മീയ ചിന്തകളുടെ ഒരു ഉറവിടമാണ്. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. പ്രാധാന്യമായും 3 തലക്കെട്ടുകളായി ചിന്തിക്കാം. 1. ദാവീദ് ചെയ്യാത്ത 4 കാര്യങ്ങളെ കുറിച്ചാണ്. 2. ദാവീദ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. 3. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക തന്റെ അനുഭവത്തിലൂടെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നു. ദാവീദ് ചെയ്യാത്ത 4 കാര്യങ്ങൾ 1-ാം വാക്യത്തിലൂടെ ചിന്തിക്കാം. 1. എൻ്റെ ഹൃദയം ഗർവിക്കുന്നില്ല. 2. ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. 3. ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. 4. അത്ഭുത വിഷയങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല. ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് രാജത്വത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരുന്ന അവസ്ഥയിലും ദാവീദ് ആരെയും കുറ്റപ്പെടുത്താതെ സ്വയം ഏറ്റെടുക്കുന്ന ചിന്തകളാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാവീദിനെ പോലെ നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ജീവിതവും ഈ 4 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യേശുവിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കട്ടെ. രണ്ടാമതായി ദാവീദ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ആത്മാവിന്റെ അവസ്ഥയെ കുറിക്കുന്നു. അമ്മയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന പൈതലെ പോലെ യാതൊരു വിധ ആകുലതകളില്ല. ഭൗതിക കാര്യങ്ങളെപ്പറ്റി ചിന്തയില്ല. തൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി താലോലിക്കുന്ന അവസ്ഥ, മനസ്സിനെ ശാന്തമായി കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. ഈ ഒരവസ്ഥയിലൂടെ വേണം യേശുവിൻ പിൻപറ്റുന്നവർ കടന്നു പോകുവാൻ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗലാത്യർ 6:8 പറയുന്നു, ആത്മാവിൽ നിന്ന് വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. 3. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ തൻ്റെ അനുഭവത്തിലൂടെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നു. ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ആത്മാവിന് നൽകുന്ന ഒരു പ്രബോധനമാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നത്. ഇന്നു മുതൽ എന്നേക്കും എന്നാൽ ഈ തിരുവചനം വായിക്കുന്ന ഓരോ നിമിഷങ്ങളിലും യേശുവിൽ പ്രത്യാശ വയ്ക്കുക. കഴിഞ്ഞ നാളുകളിൽ നമുക്കതിന് സാധിച്ചില്ലെന്ന് വരാം. എന്നാൽ ജീവനുള്ള പ്രത്യാശയ്ക്കായി, ഭാഗ്യകരായി പ്രത്യാശയ്ക്കായി ദൈവത്തിൽ ആശ്രയിച്ച് തിരുവചനത്തിലൂടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മെ ഉറപ്പുള്ളവരാക്കി തീർക്കും. അത് നിത്യജീവന്റെ പ്രത്യാശയാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ മടങ്ങിവരവാണ്. അതിനായി നമുക്ക് ഏറെ പ്രത്യാശയുള്ളവരായി കാത്തിരിക്കാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ തിരുവചനം ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി നന്ദി. ഇത് കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. ദാവീദിനെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളും ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. ആമേൻ.